English Literature Standard 8, the new lesson for Arjun. Arjun is actually, this lesson is dealing with the importance of trees, and this all is saying about us to prevention of tree is against the cutting of tree. That makes much more problem. Here, dealing with a tree, the name of the tree is Arjun. Arjun is not a name of a boy or a person, but it is the name of a tree. It is a ritualistic tree, a tree that how to an important place in rituals. So, the importance of the maintenance of tree, then and that its consequences dealing with it happens in a place in India. This lesson is actually an Indian lesson. Most of the lessons are English lessons. Maheshwara Devi, written by Maheshwara Devi. Maheshwara Devi is a very important novelist in Bengali novelist, and she got the Bharat Janamit Award for his writing. Bharat Janamit Award means Jnanapeetham Award. Maheshwara Devi's book. This book is taken from Maheshwara Devi's Arjun and translated from Bengali by Midula Nath. The book is in English and translated to Bengali language by Midula Nath Chakravarti. So you know about the heroes in these lessons are actually Bengali persons. They deal with the incidents happens in Bengali. So Arjun is a tree. Then look to the reader. Would you agree to cut down a precious tree if you were offered a tidy sum of money, particularly when you need the money badly? മരം വെട്ടുക എന്ന് പറയുന്നത് പൊതുവെ ചിലർക്ക് വലിയ താല്പര്യമാണ്. മരം വെട്ടിയ ഗുണം മരം വിൽക്കണം പൈസ. മരം വെട്ടിയാൽ അവിടുത്തെ കാട്, അവിടുത്തെ ചപ്പിയവർക്ക് മരം പലപ്പോഴും നിർത്താനല്ല ആരും ആഗ്രഹിക്കുക. ഇപ്പൊ വീട്ടിലാണെങ്കിൽ വലിയ മരങ്ങളിൽ നിന്ന് അതിന്റെ കാറ്റ് വരുമ്പോൾ ഇലകളെല്ലാം മുറ്റത്തിൽ വീഴും. മുറ്റത്ത് വീണ അമ്മ അത് മുഴുവൻ അടിച്ചു മാറ്റി. അമ്മ പറയും അടുത്ത് മരങ്ങൾ വെള്ളച്ചാറ്റം. അപ്പോൾ മരം വെട്ടാൻ എല്ലാവരും ആഗ്രഹിക്കും. പക്ഷേ മുറ്റത്ത് നിൽക്കുന്ന മരത്തിന്റെ പ്രയോജനം എന്താണെന്ന് നോക്കണം. സന്ധ്യാസമയമാകുമ്പോൾ നമുക്ക് കൂടുതൽ ഓക്സിജൻ ആവശ്യം, കാരണം കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടും. അപ്പോൾ മരങ്ങൾ എന്ത് സംഭവിക്കും? കാർബൺ ഡയോക്സൈഡ് വലിക്കും, എന്നിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടും. ആ മരങ്ങൾ പുറത്തുവിടുന്ന ഓക്സിജനാണ് നമുക്ക് ശ്വസിക്കാൻ വേണ്ടത്. അപ്പൊ നമ്മളുടെ വീടിന്റെ പരിസരത്ത് ഒന്ന് കാർബൺ ഡയോക്സൈഡ് ഇല്ലാതാവുകയും ചെയ്യും, പകരം അവിടെയുള്ള ഓക്സിജൻ വീഴുകയും ചെയ്യും. അപ്പൊ നമുക്ക് ബ്രീത്തിങ്ങിന് വേണ്ടി നല്ല ഓക്സിജൻ തരുന്ന മരങ്ങൾ. അതുകൊണ്ട് ഉറപ്പായിട്ട് എല്ലാവരുടെ വീട്ടിലും മിനിമം 10 മരങ്ങളെങ്കിലും, ചെടികളല്ല മരങ്ങൾ. എന്റെയൊക്കെ വീട്ടിൽ ഒരു 10-40 വൃക്ഷങ്ങളെങ്കിലും വലിയ വലിയ മരം. പിന്നെ റബ്ബർ, വലിയ പ്ലാവുകൾ 5-6 വലിയ പൊടിയുണ്ട്, വലിയ മണ്ണുള്ള പൊടി. അതൊരു 10-100 വർഷമായിട്ട് പൊടി ഇങ്ങനെ വിരിഞ്ഞ്. അപ്പൊ ഇഷ്ടംപോലെ ഓക്സിജൻ. അതുകൊണ്ട് മരങ്ങൾ മരം ഒരു വരം. ട്രീസ് ഇവിടെ വന്ന് ആരെങ്കിലും നിങ്ങളോട് ഒരു മരം വെട്ടുമ്പോൾ അത് നിങ്ങൾക്ക് അതിന് ലാഭം കിട്ടും, പൈസ കിട്ടും, നിങ്ങൾ തയ്യാറാണ്. പക്ഷേ it was, if you were also being threatened, would you be able to say no? പക്ഷേ നിങ്ങളെ പേടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ വെട്ടിയേ മതിയാവുന്നത്, വെട്ടിയില്ലെങ്കിൽ ചെയ്യുന്നവരെ നിങ്ങൾ തയ്യാറാകാറ്. ഇവിടെ നമുക്ക് നോക്കാം. Agrian was almost ever over, and the month of Posh was just around the corner. It was good. Not
cold enough for the sun's warmth to be welcome. ഇവർ പറയുന്നത് ഈ ടെസ്റ്റിൽ പറയുന്ന ഈ മാസം പറയുന്നത് പൂഷ്യം അതിരാണ് പറയുന്നത്. പൂഷ്യം എന്ന് പറയുന്നത് ജാനുവരി, അഭിരാൻ പറയുന്നത് സെപ്റ്റംബർ. അതായത് നമ്മുടെ ഒരു സീസൺ അവസാനം സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ വരുന്ന സീസൺ ഏതാണ്? ഇലപൊഴി ഇലപൊഴി ഓട്ടം സീസൺ. ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ ഏത് കാലമാണ്? വിന്റർ സീസൺ, മഞ്ഞുകാലം. അപ്പം മഞ്ഞുകാലം വരുന്നതിന് തൊട്ട് മുമ്പ് ഓട്ടം തുടങ്ങും. ഇലപൊഴി ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഓട്ടത്തിലേക്ക് വരിക. സെപ്റ്റംബർ 23 മുതൽ ഇവിടെ ഓട്ടം സീസൺ. കാരണം മഞ്ഞുകളെല്ലാം പൊഴിയാൻ തുടങ്ങും. ഡിസംബർ 22 മുതൽ മഞ്ഞുകാലം ഭയങ്കര. അപ്പോ മഞ്ഞുകാലം വരുന്നതിന് മുമ്പുള്ള ഓട്ടം സീസൺ. ഈ സീസൺ അപ്പൊ ഇവിടെ ഓട്ടം സീസൺ പ്രത്യേകത വലിയ സൂര്യന് ചൂടുണ്ടാകുന്നത്. ഒരു The ripe paddy crop in Vishal Bhatto's farm had been harvested the previous day. ഇന്നലെ തന്നെ വിശാൽ മഹത്തോയുടെ ഫാമിലെ പാടി എന്ന് പറയുമ്പോൾ ഒന്ന് നെല്ലാവാം, അല്ലെങ്കിൽ ഗോതമ്പാവാം, ബാർലിയാവാം, ചോളമാവാം. ഇതെല്ലാം പാടി എന്ന് പറയുമ്പോൾ തന്നെ ഉദ്ദേശിക്കുന്നത് ഗ്രെയിൻസുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പാടി അതായത് ചെടി പോലെ പുല്ല് പോലെ വളർന്നിട്ട് അതിനകത്ത് നിന്ന് ഗ്രെയിൻസ് കിട്ടുന്നതാണ് പാടി. അപ്പൊ ഗോതമ്പാവാം, ചോളമാവാം, ബാർലിയാവാം, നെല്ലാവാം. അത് ഓരോ സ്ഥലത്തും ഈ കാലാവസ്ഥ അനുസരിച്ച് ആണ് ഉണ്ടാകുന്നത്. കേരളത്തിലൊക്കെ കൂടുതൽ നെല്ലാണ്, ഗോതമ്പില്ല. നോർത്ത് ഇന്ത്യയിൽ ഗോതമ്പ് പോലെ കോൺ അവിടെ ഇഷ്ടംപോലെയുണ്ട്. കോൺ ഫ്ലവർ. അപ്പോൾ വിശാൽ ഭാഗത്തുള്ള ഫാമില് കൊയ്ത്ത് കഴിഞ്ഞു. ഹാർവെസ്റ്റ് മീൻസ് വിളവെടുക്കുക. വിളവെടുക്കുക. അപ്പൊ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇന്നലെ ആയിരുന്നു കൊയ്ത്ത്. The casual grain pickers, Katie Sharp, who had been collecting the leftover grains of the paddy in the field. നിങ്ങൾ കൊല്ലുമ്പോൾ കുറെ കറ്റുകൾ അല്ലെങ്കിൽ കുറെ നെല്ലുകളോ ഗോതമ്പോ ഒക്കെ മുറിഞ്ഞു വീഴും. അതൊന്നും യന്ത്രമോ മനുഷ്യരെടുക്കരുത്. അത് കഴിയുമ്പോൾ കുറെ പേര് കാലാപർക്കുന്ന മലയാളത്തിൽ പറയും. അതാണ് കാലാപർക്ക. പോയി പെറുക്കി ഓരോരോ നെല്ലിന്റെ ഓരോ ലൈറ്റായിട്ട് പോലെ അതിങ്ങനെ മുറിഞ്ഞു പോകുന്നതാണ്. അങ്ങനെ പെറുക്കി എടുത്തുകൊണ്ട് കൂട്ടി വെച്ചിട്ട് മെതിച്ചെടുത്ത് ഒരു പറയോ 2 പറയോ ഒക്കെ കിട്ടും. അപ്പൊ അതിനാണ് കാലാപർക്കം. അതായത് കൊയ്ത്ത് കഴിയുമ്പോൾ പാടത്തിനകത്ത് പോയി വീണ് കിടക്കുന്ന നെല്ല് വെക്കുക എന്നർത്ഥം. നെല്ലിന്റെ കതി മൊത്തമായിട്ട് അത് മുറിഞ്ഞുകൊണ്ട് പെറുക്കി എടുത്തിട്ട് അത് തിന്നി എടുത്തു കഴിഞ്ഞാൽ കുറെ വീട് നെല്ലോ ഗോതമ്പോ. അപ്പൊ കേട്ടു എന്ന് പറയുന്ന ഇത് താൽക്കാലികമായ ജോലിക്കാരാണ്. അവര് ഇതുപോലത്തെ പാടിക്കളിൽ നിന്നിട്ട് കൊയ്ത്ത് കഴിയുമ്പോൾ അവിടെ വീട് കിടക്കുന്ന നെല്ലുകളെല്ലാം കൊടുക്കുന്നവരാണ്. അവര് തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം നീക്കുന്നതാണ് കേട്ടു എന്ന് പറയുന്നത്. അപ്പൊ കേട്ടു ഈ വിശാൽ ആളുകളുടെ ഫാമിലെ ഈ വിളവ് കൊയ്ത്ത് കഴിയുമ്പോൾ അത് വെക്കാൻ വേണ്ടി അവരെ നിയമിച്ചു. കേട്ടുവിനെ ജോലി ഏൽപ്പിക്കുന്നത് രാം ഹൽദാർ എന്ന് പറയുന്ന അത് മറ്റൊരു വിശാലാവത്തെ പോലെ വേറെ ഒരു മുതലാളിയാണ്. ഇവരെല്ലാം മുതലാളിമാരാണ്. കേട്ടു എന്ന് പറയുന്നത് ജോലിക്കാരൻ. അപ്പോൾ അത് രാം ഹൽദാറാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കളക്ടഡ് ദ പ്രോഫിറ്റ് ഫ്രം ദ ഫെൽഡ് ട്രീസ് ആൻഡ് കേട്ടു ആൻഡ് അതേഴ്സ് ലൈക്ക് ഇൻ വാണിജ്യ. ബട്ട് വാട്ട് വുഡ് യു ഡു? ഓൾ ദി മാർക്കറ്റ് വാസ് ദ ഫോർ പ്രൈസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. വിശാലമായിട്ടുള്ള ഫാമിൽ നിന്ന് കൊയ്ത്ത് കഴിയുന്നതിന് നെല്ലുകൾ വെക്കാം. അത് ചെറിയൊരു വരുമാനം. അപ്പൊ കേട്ടുവിന്റെ പ്രധാന ജോലി നടല്ല. കേട്ടുവിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് മറ്റൊരു കഥാപാത്രങ്ങളുണ്ട്. അയാളുടെ പേരാണ് ഹൽദാർ, രാം ഹൽദാർ. ഇയാള് കേട്ടുവിന്റെ ഒരു ജോലി ഏൽപ്പിക്കും. എന്നറിയോ? അവിടെയുള്ള വനത്തിലെ ചെറിയ കാട്ടിലെ തടികൾ ഉണ്ടാക്കി തടി വെട്ടിയിട്ട് രാം ഹൽദാറിന് മില്ലുണ്ട്. ആ മില്ലിലേക്ക് അർപ്പിക്കാൻ വേണ്ടി. പക്ഷേ കാട്ടിലെ തടി വെട്ടിയാൽ 4 കുറ്റം വീഴും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കാട്ടിലെ തടിയും കാട്ടിലെ മൃഗങ്ങളും കാട്ടിലെ വനവസ്തുക്കളെല്ലാം സൂക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഏൽപ്പിച്ച പോലീസുകാരുടെ പേരാണ് ഫോറസ്റ്റേഴ്സ്. അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, വനം വകുപ്പ്.
നമ്മുടെ അവിടെ കോട്ടയത്ത് പാറമ്പുഴ എന്നൊരു സ്ഥലത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് ഉണ്ട്. അവിടെ കാട്ടിലെ തേക്ക് ടീക്ക് വുഡ്സ് വെട്ടിക്കൊണ്ട് വന്ന് ഇടും. എന്നിട്ട് കഴിയുമ്പോൾ ലേലം ചെയ്യും. നമുക്ക് കാട്ടിലെ തടി, അതാണ് കൂപ്പ് തേക്ക് എന്ന് പറയുന്നത്. കൂപ്പ് തേക്ക് എന്നർത്ഥം വനത്തിലെ തേക്ക്. മറ്റുള്ള തേക്ക് എന്ന് പറഞ്ഞാൽ നാട്ടിലെ തേക്ക്. പൂപ്പ് തേക്ക് എന്ന് പറഞ്ഞാൽ വനത്തിനകത്തുകൊണ്ട് വെട്ടിക്കൊണ്ട് വരുന്ന തേക്ക് വന്നവരാണ് കൂപ്പ് തേക്ക്. കൂപ്പ് തേക്ക് ഗവൺമെന്റിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. നമുക്കാർക്കും വനത്തിൽ കയറി തേക്ക് വെട്ടാൻ കാരണം കേസ്. അപ്പൊ ഗവൺമെന്റ് വനത്തിൽ നിൽക്കുന്ന തേക്ക് വെട്ടിക്കൊണ്ട് വന്ന് ആവശ്യമുള്ളവർക്ക് വേണ്ടി വിൽക്കും, ലേലം ചെയ്ത് വിൽക്കുന്നതാണ് കൂപ്പ് ലേലം. ഇത് കോട്ടയം പാറമണി സർക്കാരിന് വലിയ വനം ഡിപ്പോയുണ്ട്. അവിടെ ചെന്നാൽ നമുക്ക് പൈസ കൊടുത്ത് ലേലത്തിൽ പങ്കെടുത്ത് പൈസ അടച്ചാൽ നല്ല തേക്ക് തരും. അതായത് പാലത്തിന് ഗവൺമെന്റ് 60 വർഷം കഴിഞ്ഞ് തേക്കുകളിൽ പെട്ടത്. 60 വർഷത്തിൽ കൂടുതൽ നമ്മുടെ വീടുകളിൽ 30, 35, 40 വർഷമാണ് തേക്ക്. പക്ഷേ ഗവൺമെന്റ് തേക്ക് കിട്ടുന്ന 60 വർഷം. 60 വർഷം കഴിയുന്ന തേക്ക് നല്ല ഹാർഡാണ്. എന്താണ് കൂപ്പ് തേക്ക് എന്ന് പറയുന്നത്. വലിയ വലിയ ബിൽഡിങ്ങുകൾ പണിയാൻ കോൺട്രാക്ടേഴ്സ്. അപ്പോ ഇത് വനത്തിൽ ആരെങ്കിലും തടി വെട്ടിയാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേസ്. ഇവിടെ കേട്ടൂരെ ഈ രാമകൽക്കാവ് തടി വെട്ടാനായിട്ട് തടി വെട്ടി കഴിയുമ്പോഴത്തേക്ക് രാമകൽക്കാരൻ വണ്ടിയെ കയറ്റി അയാൾക്ക് ഗ്രാമത്തിന് പുറത്തുള്ള നീതി കൊണ്ടുപോയി അവർക്ക് വിറ്റ് നഷ്ടം. പക്ഷേ തടി വെട്ടിയ കേട്ടു എന്ത് ചെയ്യും? ശരിയിൽ പോകും. കാരണം കാട്ടിലെ തനി മോഷ്ടിച്ച കുറ്റത്തിന്, മോഷണ കുറ്റത്തിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടുവിനെ അറസ്റ്റ് ചെയ്യും. കോടതി കാലഘട്ടം. കോടതി 3 മാസത്തേക്കോ 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ ശിക്ഷിക്കും. കേട്ടുപോയി 3 മാസം ജയിലിൽ കിടക്കും. ജയിലിൽ കിടന്ന് തിരിച്ചു വരും. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. It was not trying to reason with Ketu Shah about this. Halwa gave the law. Ketu did not question his predicament. If you were born in Shah, predicament. ബുദ്ധിമുട്ടുള്ള അതായത് ഇങ്ങനെ കേട്ടു എന്ന് പറയുന്നത് ഷാബ എന്ന് പറയുന്നത് ഒരു വംശം, ജാതി. ഷാബ, ഈ ഷാബ എന്ന് പറയുന്ന വംശത്തിൽ ഷാബ എന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. മുതലാളിമാർ പറയുന്നത് കേട്ടിട്ട് തടി വെട്ടി കഴിഞ്ഞിട്ട് എലി പോയി കഴിയുമ്പോൾ അവരുടെ വീട് പട്ടിണിയാവും. പട്ടിണിയാകുമ്പോൾ അവരുടെ ഭാര്യമാർ പിന്നെ ജോലിക്ക് പോയിട്ട് വരും. അപ്പം കേട്ടു ഷാബാദ് എലി പോയി കഴിഞ്ഞാൽ അവരുടെ ഭാര്യ പിന്നെ പാടാൻ പോയി പണി കിട്ടിട്ട് വരും. അപ്പൊ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് പിടിച്ച സമയമാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളുള്ളത്. അതുകൊണ്ടാണ് ഷാബാദ് tribe of Purulia. If you were born in a Shaba tribe of Purulia, you had to cut down the trees and you had to gain നിങ്ങള് പുരുളിയ എന്ന് പറയുന്ന വംശത്തിലെ ഷാബ ജാതിയിൽപ്പെട്ടവനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഭാരതത്തിൽ തടി വെട്ടിയിരിക്കും. തടി വെട്ടിയാൽ നിങ്ങളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിളിച്ചുകൊണ്ട് പോയി ജയിലിൽ പോയിടും. ജയിലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ പട്ടിണിയാവും. അപ്പം നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങള് പാടത്തെ പണിക്ക് പോകേണ്ടതിനും ജീവിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇത് സാധാരണ നടക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഈ വനപ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ് ഷാബാമാർ പറയുന്നത്. അവരുടെ പ്രധാന പണി അവരുടെ മുതലാളിമാർ പറയുന്നത് ജോലി ചെയ്യാനുള്ള, സ്വന്തമായി ജോലി ചെയ്യാനുള്ളതില്ല. ഇറ്റ് വാസ് കേട്ടു വാസ്തുവിൽ ഇവിടെ നമ്മുടെ കഥാപാത്രമാണ് കേട്ടു ജയിലിലേക്ക് പോകുന്നത്. സംതിങ് എൻഗേജ്. അപ്പോൾ ജയിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഹർദാർ കാണുകയാണ്. ഹർദാർ ഓൾവേസ് ആയ അനദർ കേട്ടു. ഇനി ഈ കേട്ടു ചെയ്തതിന് വേറൊരു കേട്ടു ഒത്തിരി ജാതിപ്പെട്ടത് എടുക്കും. അവർ ശുദ്ധമായി തട്ടി വെള്ളത്തിന് വേണ്ടിക്കൊണ്ടുപോയി കാശുണ്ടാകും. പാവപ്പെട്ട വെട്ടുന്ന കേട്ടു എന്ന് പറയുന്ന ഈ ശാപ വളർത്തുന്ന മനസ്സിലും അവർക്ക് എന്നും പട്ടിണി പരിപാടി. Nothing was except that the woman in the house had to go looking for her. അപ്പൊ കേറ്റുമാർക്കുള്ളത് ഇതാണ്. ജയിലിൽ പോയിരുന്നത് എങ്ങനെയാണ്? ഇത് ജീവിക്കാൻ വേണ്ടി വീട്ടിലെ സ്ത്രീകൾ പെണ്ണുകൾ ജോലിക്ക് പോകുന്നത്. അതാണ് നമ്മുടെ അവസ്ഥ. The last day, കേറ്റു ഹാർഡ് കഴിഞ്ഞ പ്രാവശ്യം കേറ്റു ജയിലായിരുന്നപ്പോൾ എന്തിനാണ് മരം വെട്ടിയത്? The forest department, Mahoney had gone out. മഹോണി നമ്മളുടെ കേട്ടുവിന്റെ ഭാര്യയാണ്. മഹോണി എന്ന് പറയുന്നത് കേട്ടുവിന്റെ ഭാര്യയുടെ പേരാണ്. മഹോണി ജോലിക്ക് പോകേണ്ടതായിട്ട് വന്നു. ആൻഡ് മഹോണി had gone out looking for work. Lost in reverie, Ketu was suddenly confronted to Vishal Mahmood. Lost in reverie എന്ന് പറഞ്ഞാൽ അതെ സ്വപ്നം. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ മഹാൻ
വിശാൽ മഹർത്തോ വരുന്നത്. മഹർത്തോ ചോദിച്ചു, I have some work for you, he said. നിനക്ക് ഈ കുറച്ച് ജോലി ചെയ്യാനുണ്ട്. ഇറ്റ് ഈസ് അബൌട്ട് what? ബാബു. ബാബു എന്ന് പറയുന്ന മുതലാളിമാരെ വിളിക്കുന്ന ഒരു സ്ഥാനത്തെ ബഹുമാനത്തോടെ അച്ഛന്മാരെ ഗവർണറിനെ വിളിക്കും, സാറിന് വിളിക്കും, ഇവർക്ക് വിളിക്കുന്നതാണ് ബാബു. ബാബു എന്ന് പറഞ്ഞാൽ ബഹുമാനത്തോടെ വിളിക്കുന്നത്. ബാബു എന്ത് ജോലിയാണ്? വോട്ടിന്റെ കാര്യമാണോ? വോട്ട് ഇലക്ഷന്റെ കാര്യമാണോ? ഞാൻ not worried about vote. The people who have elected who are I vote കണ്ടോ? അന്വേഷണം അയാൾ പറയുന്നത് ഞാൻ വോട്ടിനെ കുറിച്ചോ ഇലക്ഷനെ കുറിച്ചൊന്നും അല്ല ചിന്തിക്കുന്നു. കാരണം ആളുകൾ നിർദ്ദേശിക്കുന്നവരെ ജയിക്കും. അത് തന്നെ നോമിനേറ്റ് ചെയ്യാനൊക്കെ നിർദ്ദേശിക്കുന്നത്. അതായത് ആരെയും ജയിച്ചൊന്നും വേണ്ട. അതൊക്കെ നമ്മൾ ആരെയും ജയിക്കണമെന്ന് വിചാരിച്ച് അത് ജനങ്ങൾ ജയിപ്പിച്ചു കൊടുക്കും. അങ്ങനെയാണ്. ഞാനിപ്പോ വലിയ അതിനെക്കുറിച്ചൊന്നും അതൊന്നും വർക്ക് ചെയ്യാൻ പോകണം. വാട്ടിന് ഞാൻ കണ്ടാൽ ചെയ്യും. ഞാൻ കണ്ടാൽ ഞാൻ തടി വെട്ടിക്കൊണ്ട് പോകുന്ന തടി എടുത്തുകൊണ്ട് പോകുന്ന മില്ലുകാരൻ അയാൾക്ക് ഗ്രാമത്തിന് കൊണ്ട് മില്ലുണ്ട്. ആ മില്ലിൽ കൊണ്ട് അർപ്പിച്ചാണ് ഈ ടീ കോഴ്സ് ഒക്കെ അയാൾ ഇതാക്കുന്നത്. അപ്പം ഞാൻ കണ്ടാൽ നിങ്ങൾ എന്നാ പറഞ്ഞത്? ദ സെയിം തിങ് യൂസ് വിശാൽ മാധവോട് പറഞ്ഞു. അങ്ങ് പറഞ്ഞത് രാമകല്യാണം പറയുന്നത്. ആ പാട്ടിന് റിപ്ലൈ എന്താ? നിന്റെ റിപ്ലൈ ജസ്റ്റ് വാട്ട് ഐ ടോൾഡ് യു. ഞാൻ പറഞ്ഞല്ലോ. വാട്ട് കൈൻഡ് ഓഫ് ആൻസർ ഈസ് ദാറ്റ്? I am just a fool, Babu, said Ketu. Never mind, there is something I want you to do. Are you interested? ശരി, ഞാൻ ചെയ്യുന്ന കാര്യം ബാബുവിന് അറിയാമോ? ശരി, നിനക്ക് ഇൻട്രസ്റ്റ് ആണ്. നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം. രാംഹൽദാറാണ് വിശാൽ മാധവ്. ഇവിടെ വിശാൽ മാധവ് എന്ന് പറയുന്ന ഫാമിലി ഉടമസ്ഥനാണ് മുതലാളി. രാംഹൽദാർ എന്ന് പറയുന്നത് ഒരു മില്ല് നടത്തുന്നതാണ്. ഇവിടുത്തെ കാട്ടിലെ തടിപ്പുകൾ വെട്ടിയാൽ അവരുടെ ജോലിയെ കെട്ടിക്കൊണ്ട് ഗ്രാമത്തിന് പുറത്ത് വനത്തിന് പുറത്തുള്ള മില്ലിൽ കൊണ്ടുപോയി അർപ്പിച്ചു ആണ് തടി മുതലാക്കുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും രണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇവരത്ര രസത്തില് one had to appear dumb whenever they were around. Both these deities had victims. Deities. നമ്മുടെ ഇഷ്ടപ്പെട്ട ഭഗവാനുണ്ട്. ഇവിടെ ഈ വിശാൽ മാധവ് എന്ന് പറയുന്ന ഒരു ആഗ്രഹമാണ്. അയാൾ പറഞ്ഞാൽ അനുസരിച്ച് വേണ്ടിയാണ്. കാരണം ഈ ശാപാദിനെ കെട്ടുവിനെ പോലുള്ളവർക്ക് വേറെ ഒരു അവസരം. മറ്റയാള് വേറൊരു തരത്തിലുള്ള ആഗ്രഹം. അവനെല്ലാം കളത്തിൽ വിറ്റ് അതുകൊണ്ട് തടി മുറിച്ച് വിറ്റ് പൈസ ഉണ്ടാക്കുന്നവരാണ്. അപ്പൊ ഇതെല്ലാം ഇവരെ കെട്ടുവിനെ ചെന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവർ പറഞ്ഞ് ആരോടും നോന്ന് പറയാൻ പറ്റില്ല. ഹൈദാർ നോ ഷാബാസ് ഇൻഡിസ്പെൻസിബിൾ. ഷാബാസ് ഇൻഡിസ്പെൻസിബിൾ. ഷാബാ എന്ന് പറയുന്ന ജാതിപ്പെട്ടവര് എന്നതാണ്? ഒഴിവാക്കപ്പെട്ടത്. അതായത് ഈ കെറ്റുമാരോട് ഈ മഹത്തയോ അല്ലെങ്കിൽ ഹൈദാരോ എന്നാ പറഞ്ഞത് ഇവർക്ക് കാരണം ഇവരില്ലാതെ ഇവരുടെ സഹായമില്ലാതെ ഈ പാർട്ടി ഇവർക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് എല്ലാ തരത്തിലും അവരെന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരാണ് ഈ ശാപാന്ന്. വേൾഡ് റെക്കോർഡ് ഫോർ ലോകത്തിൽ അവർക്ക് വേൾഡ് റെക്കോർഡുണ്ട്. ലോക റെക്കോർഡുണ്ട്. എന്തിനാണ്? ഏറ്റവും കൂടുതൽ പ്രാവശ്യം ജയിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കെറ്റ് വന്നു, വീണ്ടും അടുത്ത കഴിഞ്ഞിട്ട് വീണ്ടും ജയിക്കും. അപ്പൊ അവരുടെ ഭാര്യയും മക്കളും എല്ലാം ജയിക്കും. വീണ്ടും നിർവാസനം, വീണ്ടും കഴിവിട്ട് വീണ്ടും ജയിക്കും. ഇങ്ങനെ ജയിലിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വേൾഡ് റെക്കോർഡ്സ് ഉള്ളവര് ആണ് ഈ ശാപം. ഇവരുടെ ജീവിതമാണ് ഭാഗ്യശ്വര ജയിലിൽ മനസ്സിലാക്കുന്നത്. മുമ്പോട്ട് വരാൻ ഇവിടെ വരെ നന്നായി വായിക്കുക, എഴുതുക. നെക്സ്റ്റ് ക്ലാസ് ഈസ് ഓൺ നെക്സ്റ്റ് ഡേ.